ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 3 മണയ്ക്കൽ ഭഗവതി ക്ഷേത്രം. ഭാഗം 3 മണയ്ക്കൽ ഭഗവതി ക്ഷേത്രം. ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉദ്ദേശം 12 കിലോമീറ്ററോളം വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ചെമ്പഴന്തി. പ്രദേശത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വൻമരങ്ങളും വള്ളിപ്പടപ്പുകളും കുറ്റിക്കാടുകളും മാവിൻ കൂട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും പാടശേഖരങ്ങളും ഒട്ടനവധി പൂച്ചെടികളും മറ്റ് ഫലവൃക്ഷങ്ങളും എല്ലാം കൊണ്ട് ചെമ്പഴന്തി ദേശത്തിന് മറ്റ് അയൽ ഗ്രാമങ്ങളെക്കാൾ പ്രകൃതി ഭംഗി ഏറെയായിരുന്നു. ദൈവത്തിൻ്റെ പുഞ്ചിരി അത്രമേൽ പതിഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമത്തിലെ പുരാതനമായൊരു ആരാധനാലയമായിരുന്നു മണയ്ക്കൽ ഭഗവതി ക്ഷേത്രം. നായർ പ്രമാണിമാരും ഈഴവ പ്രമാണിമാരും ചേർന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇരു സമുദായങ്ങളിലെയും പ്രമാണിമാർക്ക് വന്നിരുന്നു ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കുവാനും ചർച്ച ചെയ്യുവാനും ക്ഷേത്രത്തിന് മുൻവശം തെക്കും വടക്കുമായി ഓരോ കളിത്തട്ടുകളുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി വലിയൊരു ചെമ്പകമരവും അതിൻ്റെ ചുവട്ടിലൊരു കൽത്തറയും ഉണ്ടായിരുന്നു. അതിന് ചുറ്റാകെ കാട് പിടിച്ചു കിടന്നിരുന്നു. അതായിരുന്നു മണയ്ക്കൽ ക്ഷേത്രത്തിലെ യക്ഷിക്കാവ്. വടക്ക് ഭാഗത്ത് അരയാൽ തറയും അതിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത സർപ്പപ്രതിമകളും ഉണ്ടായിരുന്നു. തെക്ക് ഭാഗത്തുള്ള കളിത്തട്ടിനു കിഴക്കായി നെടുനീളത്തിൽ വലിയൊരു കെട്ടിടവും ഉണ്ടായിരുന്നു. ഉത്സവത്തിനുള്ള തൂക്കുവില്ലിനും എടുപ്പു കുതിരകൾക്കും ആവശ്യമായ അലങ്കാര വസ്തുക്കളും മറ്റു ചമയങ്ങളും തടിയിൽ തീർത്ത കൊത്തുവേലകളുമൊക്കെ അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. ക്ഷേത്രകാര്യങ്ങളിൽ പ്രധാന ചുമതലയുണ്ടായിരുന്ന ഒരാൾ ശങ്കുവാശാനായിരുന്നു. അദ്ദേഹം ചെമ്പഴന്തിയിലെ പേരുകേട്ട ചെമ്മങ്കോട് ഭവനത്തിലെ ഒരു കാരണവരായിരുന്നു. വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഒരിക്കൽ വലിയൊരാപത്തിൽ നിന്നും രക്ഷിച്ചത് അദ്ദേഹമായിരുന്നു. മഹാപണ്ഡിതനും പുരാണ പാരായണത്തിലും കഥാഖ്യാനത്തിലും അതിസമർത്ഥനും കായികാഭ്യാസിയുമായിരുന്നു ആശാൻ. ആശാനും മണയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ കാര്യമായ സ്ഥാനമുണ്ടായിരുന്നു. സായാഹ്നങ്ങളിൽ മണയ്ക്കൽ ക്ഷേത്രത്തിലെ കളിത്തട്ടിലിരുന്ന് പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ച് അർത്ഥം പറയുകയും വിശദീകരിക്കുകയും ചെയ്യുകയെന്നത് ശങ്കുവാശാന് വലിയ ഇഷ്ടമായിരുന്നു. ഭക്തിയോടും സ്ഫുടതയോടും അർത്ഥഗാംഭീര്യത്തോടും കൂടിയുള്ള ആശാന്റെ ഭാഷണം കേൾക്കുന്ന ആരും തന്നെ അത് അവസാനിക്കുന്നത് വരെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമായിരുന്നില്ല. ഒരു ദിവസം ശങ്കുവാശാൻ പുരാണങ്ങളിൽ പ്രസിദ്ധമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതവും പുരാണങ്ങളും ബ്രഹ്മസൂത്രവുമൊക്കെ രചിച്ചു കഴിഞ്ഞിട്ടും വിഷാദഭഗ്നനായി ആശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു. മഹർഷിയുടെ ഈ വിഷാദഭാവം കണ്ടുകൊണ്ടാണ് നാരദ മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വന്നത്. തൻ്റെ ആഗമനമുണ്ടായിട്ടും പ്രസാദമില്ലാതിരിക്കുന്ന വേദവ്യാസനെ കണ്ടിട്ട് നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ വ്യാസമുനെ, പല പല ജന്മങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട സകല പുരുഷാർത്ഥങ്ങളുമടങ്ങുന്ന ഇതിഹാസ കാവ്യങ്ങളല്ലയോ അങ്ങ് ഈ ജന്മത്തിൽ തീർത്തിട്ടുള്ളത്? എന്നിട്ടും അങ്ങയുടെ മനസ്സിൽ
എന്നിട്ടും അങ്ങയുടെ മനസ്സിപ്പോൾ അശാന്തമായിരിക്കുന്നല്ലോ. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്രയെല്ലാം ചെയ്തിട്ടും ഞാൻ അസ്വസ്ഥനാണ്. അതിനുള്ള കാരണമെന്തെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും. നാരദൻ: ഹേ മഹാമുനെ, അങ്ങ് മഹാഭാരതത്തിൽ ഭഗവാന്റെ മഹിമയെ വേണ്ടത്ര വർണ്ണിക്കുകയുണ്ടായിട്ടില്ല. ഈ അപൂർണതയാണ് അങ്ങയുടെ അശാന്തിക്ക് മൂലകാരണം. കളിത്തട്ടിലിനു മുന്നിലിരുന്നിരുന്ന എല്ലാവരുടെയും കണ്ണും കാതും ആശാന് തന്നെയായിരുന്നു. ശംഖുവാശാൻ തൻ്റെ ഉടുമ നേരെയാക്കി ഒന്നുകൂടി നിവർന്നിരുന്നു. ആ നേരം ശ്രോതാക്കളുടെ മുൻനിരയിലിരിക്കുകയായിരുന്ന ഒരു ബാലൻ ഭവ്യതയോടെ എഴുന്നേറ്റ് ആശാനോട് ഒരു സംശയം ചോദിച്ചു. ബാബുല, അപ്പോൾ അപൂർണതയാണോ അശാന്തിയെ ഉണ്ടാക്കുന്നത്? ശംഖുവാശാൻ ആ ചോദ്യം കേട്ട് വളരെ സന്തോഷവാനായി. കാരണം ജ്ഞാനാന്വേഷണത്തിൻ്റെ ലക്ഷണമുള്ള ആ ചോദ്യം മുതിർന്നത് തൻ്റെ സഹോദരീപുത്രനായ മാടൻ എന്ന ബാലനിൽ നിന്നുമായിരുന്നു. ആ ബാലനാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പിതാവായി തീരുവാനുള്ള ദൈവനിയോഗമുണ്ടായ മാടനാശൻ. ഗുരുദേവ കഥാസാഗരത്തിൻ്റെ ഭാഗം 3 ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.